പശ്ചിമ ബംഗാളിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പുതിയ ഹർജിയിൽ വാദിക്കാൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് ഹാജരായി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു. കിരൺ, അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രമാണ്. ആദ്യമായി ഒരു മുഖ്യമന്ത്രി നേരിട്ട് വന്നൊരു കേസ് വാദിക്കുക എന്ന അപൂർവത സുപ്രീം കോടതി അനുവദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ എല്ലാവരും സാക്ഷ്യം വഹിക്കില്ലേ? അങ്ങനെ ഒരു അപൂർവതയ്ക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിക്കാൻ അനുമതി ചോദിക്കുന്നു. സുപ്രീം കോടതി 10 മിനിറ്റ് വാദിക്കാനുള്ള അനുമതി നൽകുന്നു. മമതയുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്നു. SIR-നെതിരെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് പ്രധാനമായും മമത ഉന്നയിച്ച ആവശ്യങ്ങൾ. SIR നടപടികൾ നിർത്തിവെക്കുക. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് ബംഗാളിൽ. ആ ബംഗാളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക ഇപ്പോൾ നടത്തിയ SIR-ന്റെ അടിസ്ഥാനത്തിൽ ആവരുത്, അത് റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. എന്നാൽ SIR റദ്ദാക്കണം എന്നുള്ള ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SIR നടപടികൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി 10 വരെ ഈ മമതയുടെ വാദങ്ങൾക്ക് മറുപടി നൽകാൻ ഫെബ്രുവരി 10 വരെയുള്ള സമയവും നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം വാദിച്ച് ജയിക്കുന്നോ തോക്കുന്നോ എന്നതല്ല, അതിനപ്പുറത്തേക്ക് ബംഗാളിലെ മമതയെ പിന്തുണയ്ക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് SIR-ന്റെ ഭാഗമായി ഇല്ലാതെയായിട്ടുണ്ട്. അത് മമത ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ ഉദാഹരണങ്ങൾക്കായി നീതി കരയുകയാണ് പിന്നിൽ നിന്ന് എന്നാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. അതിനു മുമ്പും ചില പോയിന്റുകളൊക്കെ മമത പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് 10 മിനിറ്റ് തനിക്ക് വാദിക്കാൻ വേണം എന്നുള്ള ആവശ്യം മമത ഉന്നയിച്ചത്. മമത പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ് ആയിരുന്നു 2003 വരെ. അവർ ഇടയ്ക്കൊക്കെ കോടതിയിൽ പോകുമായിരുന്നു. അവർക്ക് അഭിഭാഷകയായി ഇപ്പോഴും വാദിക്കാൻ ഉള്ള ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വാദിക്കാൻ നിയമപരമായി കഴിയുമായിരുന്നു. ആ അവസരമാണ് മമതാ ബാനർജി ഉപയോഗിച്ചത്. ഇതിൽ മമതയുടെ വാദത്തിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ബംഗാളിലെ ജനങ്ങളുടെ ഒരു വിഷയത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വാദം അവതരിപ്പിക്കുന്നു. പലപ്പോഴും അസാധാരണവും കൗതുകമുണർത്തുന്നതും ആരും പ്രതീക്ഷിക്കാത്തതുമായ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മമതാ ബാനർജി. ഇവിടെയും അത്തരമൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ പലരും പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ്സ് ആയിരുന്നു. പലർക്കും നന്നായി വാദിക്കാൻ അറിയാവുന്നവരും ഒക്കെയായ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും ഇത്തരമൊരു നീക്കത്തിന് തയ്യാറായിട്ടില്ല. ഇവിടെ മമത ആ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ സാധ്യത വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയുന്നു. തൻ്റെ വാദത്തിനപ്പുറമാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താൻ നേരിട്ട് പോയി സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ 2 മാസത്തിനുള്ളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് മമതാ ബാനർജി. മമതാ ബാനർജിയെ സംബന്ധിച്ച് പൊളിറ്റിക്കലി ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ് എന്ന് തന്നെ പറയണം. അത്തരമൊരു നീക്കമാണ് മമത ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒറ്റ നീക്കം കൊണ്ട് തന്നെ ഇത് വലിയ വാർത്തകളിൽ ഇടം പിടിക്കുമെന്നത് ഉറപ്പാണ്. ബംഗാളിൽ വലിയ ചർച്ചയാവും എന്നത് ഉറപ്പാണ്. ഒരു മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. ചീഫ് ജസ്റ്റിസിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. അത്തരമൊരു നീക്കമാണ് മമത നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.